ഇടുക്കി പാമ്പാടുംപാറയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈക്കൂലി നൽകാത്തതിനെ തുടർന്ന് പട്ടികജാതി വനിതയ്ക്ക് നിയമനം നിഷേധിച്ചതായി പരാതി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. പാമ്പാടുംപാറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിലെ നിയമനത്തിന് കൈക്കൂലി ആവശ്യപ്പെട്ടെന്നാണ് ആരോപണം. വേതനരഹിത താൽക്കാലിക നിയമനമായിരുന്നെന്നും ആരോപണം അടിസ്ഥാനരഹിതമെന്നും പഞ്ചായത്ത് ഭരണസമിതി. രാമക്കൽമേട് സ്വദേശിനിയായ കാഞ്ഞിരത്തുങ്കൽ സുമിയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ പഞ്ചായത്തിൽ നിന്നും സുമിയുടെ ഭർത്താവ് രതീഷിനെ ഫോണിൽ വിളിച്ചാണ് പാലിയേറ്റീവ് വിഭാഗത്തിൽ ജോലി ഒഴിവുണ്ടെന്ന് അറിയിച്ചത്. രേഖകളുമായി ഹാജരായതിനെ തുടർന്ന് അടുത്ത ദിവസം മുതൽ ജോലിക്ക് ഹാജരാകുവാനും അറിയിച്ചു. ആദ്യ മാസം വേതനരഹിതമായി ജോലി ചെയ്യണമെന്നും ജോലി സ്ഥിരമാകാൻ 1.5 ലക്ഷം രൂപ നൽകണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെടുകയായിരുന്നുവെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. എന്നാൽ ഇത്രയും തുക ഉണ്ടാവില്ലെന്നും 75,000 രൂപ നൽകാമെന്നും ഇവർ അറിയിച്ചു. പ്രസിഡന്റ് പറഞ്ഞ് എന്നോട് ആദ്യം ആവശ്യപ്പെട്ട ഞങ്ങൾക്ക് 1 മാസം നിങ്ങൾ ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം എന്ന് ഞങ്ങൾക്ക് എഴുതി തരണം. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം. നിങ്ങൾക്ക് സ്ഥിരം ജോലി തരുന്ന ഈ 1 മാസം ശമ്പളം പോയാലും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ജോലി ആണ്. 13 വർഷം മേളിൽ ഇപ്പോൾ ജെൻസി ജോലി ചെയ്തു, അതുപോലെ നിങ്ങൾക്ക് ജോലി ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ഈ പൈസ എന്നാൽ നിങ്ങൾക്ക് ഗുണമാണ് എന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള പണി ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് ചോദിച്ചാൽ ആ ജോലിയുടെ കേസല്ലേ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പൈസ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അവർ 3-4 പേരോട് ചോദിച്ചപ്പോൾ അവർ കുറച്ച് പൈസ വെച്ച് തരാമെന്ന് പറഞ്ഞു. 75,000 രൂപ കൊടുക്കാൻ ഞാൻ പറഞ്ഞു. 1 ലക്ഷം രൂപ എൻ്റെ ഉണ്ടാകത്തില്ല, 75,000 രൂപ ഞാൻ തരാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ് പൈസ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു. അന്നും പറഞ്ഞ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇത് പുറത്ത് വിടരുത് ആരോടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ 5-ാം തീയതി ജോലിക്ക് കയറണമെന്ന് പറഞ്ഞോളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ റെഡിയാക്കി ഞാൻ പറഞ്ഞു 5-ാം തീയതി ജോലി കയറാം. ഞാൻ പറഞ്ഞു ജോലിക്ക് കയറിയാണ് പൈസ നൽകാൻ പറഞ്ഞു. 75,000 രൂപ റെഡിയാക്കി വെച്ചു. എന്നിട്ട് 5-ാം തീയതി ഇവർ ജോലിക്ക് പോയി 1 ദിവസം ജോലി ചെയ്തു. 11-ാം പാടി അതിയാറുപുരത്താണ് ജോലി ചെയ്തത്. 1 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു, ഇവരുടെ സീനിയർ നേഴ്സ് പറഞ്ഞു ഹെൽത്തിൽ നിന്ന് അറിയിച്ചത് നാളെ അറിയിച്ചിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞു. എന്നിട്ട് ഇവളങ്ങ് തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വിളിക്കുവാന്ന് ഓർത്തിരുന്നിട്ട് പിന്നെ പ്രസിഡന്റ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഒരു 10-15 ദിവസമായി, 1 മാസമായി. അപ്പം ഞാൻ പഞ്ചായത്തിൽ ചെന്നപ്പോൾ ഇവരാരും നമ്മൾ സംസാരിക്കാൻ തയ്യാറല്ല. മുൻ നിർദ്ദേശപ്രകാരം ജോലിക്ക് പ്രവേശിച്ചെങ്കിലും ആദ്യ ദിവസം തന്നെ ഇനി അറിയിച്ച ശേഷം വന്നാൽ മതിയെന്ന് അറിയിക്കുകയായിരുന്നു. ഞാൻ 3/4/2024 സർട്ടിഫിക്കറ്റുകളെല്ലാം പ്രസിഡന്റ് സമർപ്പിച്ചത്. അത് മെഡിക്കൽ ഓഫീസറിൻ്റെ കൊടുക്കാൻ പറഞ്ഞു. മെഡിക്കൽ ഓഫീസർ നോക്കിയിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറെ കൊടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു 5-ാം തീയതി തൊട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 5-ാം തീയതി പാമ്പാടുംപാറ 11-ാം വാർഡിലേക്കാണ് എന്നെ ജോലിക്ക് വിട്ടത്. അവിടുന്ന് ജോലിയെല്ലാം ചെയ്ത് തൂപ്പാലത്ത് വെച്ചാണ് പിരിഞ്ഞത്. അവരപ്പോൾ പറഞ്ഞു, സീനിയർ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇനി വിളിച്ചിട്ട് വന്നാൽ മതിയെന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നീട് ഇവർ വിളിച്ചിട്ടേ ഇല്ല. വിളിക്കാതെ വന്നപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ജെൻസി ഹൈക്കോടതി പോയി ഉത്തരവ് മേടിച്ച് ജോലി കയറി എന്നാണ് പറഞ്ഞത്. അതറിഞ്ഞ് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചു. എന്തുകൊണ്ട് ഒരാൾ കയറിയപ്പോൾ എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളോട് ഇതിപ്പോൾ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നീട് പലതവണ അധികൃതരെ വിളിച്ചെങ്കിലും ഇവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. പണം കൈമാറാത്തതുകൊണ്ട് നിയമനം തടയുകയായിരുന്നുവെന്നാണ് ഇവരുടെ ആരോപണം. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മാനനഷ്ടത്തിന് പരാതി നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PT ഷിഹാബ് പ്രതികരിച്ചു. അവർ രേഖാമൂലം തന്നെ നമുക്കൊരു കത്ത് അവർ കൈപ്പട തന്നെ ഒപ്പിട്ട് ഫോൺ നമ്പർ ഉൾപ്പെടെ എഴുതി ഇങ്ങനെ നമുക്ക് തന്നു. ഇങ്ങനെ വേതനരഹിതമായി പുതിയ ആളെ നിയമിക്കുന്നത് വരെ ജോലി ചെയ്യാൻ സന്നദ്ധമാണ് എന്നറിയിച്ച കത്ത്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ PHCയിലേക്ക് ഒരു കത്ത് പ്രസിഡന്റ് എന്നുള്ളതിൽ കൊടുക്കുകയുണ്ടായി. പിന്നെ പഞ്ചായത്തോട് ബന്ധം നമ്മളിങ്ങനെ കത്ത് കൊടുത്ത ഒരാൾ എടുക്കാൻ തീരുമാനിച്ച് അങ്ങോട്ട് കൊടുത്തു വിട്ടു. അവിടെ ചെന്നപ്പോൾ ആ കുട്ടിക്ക് മതിയായ രേഖകൾ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു ദിവസം ഉച്ചവരെ കണ്ട് അവരുടെ കൂടെ പോവുകയും ചെയ്തു, 1 ദിവസം മാത്രം. അതിനുശേഷം അപ്പോഴത്തേക്ക് അവിടെ ജോലി ചെയ്തിരുന്ന ജിൻസി എന്ന് പറഞ്ഞ മറ്റൊരു നേഴ്സ്, പഴയ നേഴ്സ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവും പ്രകാരം അവർ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് അവർ ജോലിയിൽ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും നമുക്കെതിരെ വ്യാപകമായി ഇത്തരം കള്ളപ്രചരണം നടത്തി വിജയിക്കാതെ വന്നത് അവസാനം കിട്ടിയൊരു കച്ചിത്തുരുമ്പ് എന്നുള്ള നിലയിൽ ഈ പാവപ്പെട്ട 1 രൂപ 75,000 പോയിട്ട് 75 രൂപ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിനെ അവർ ബലിയാടാക്കുകയാണ് ചെയ്തത്. യാതൊരു അടിസ്ഥാനമില്ലാത്ത വ്യാജ പരാതിക്ക് യാതൊരു രേഖയുടെ പിൻബലമോ തെളിവോ ഇല്ലാതെ അടിസ്ഥാനരഹിതമായി എനിക്കെതിരെ ആരോപിച്ച് ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ എനിക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തുന്നവർക്കെതിരെ കൃത്യമായ പരാതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. വ്യാജ പരാതിക്കെതിരെ കൃത്യമായ രീതിയിൽ പരാതി സമർപ്പിക്കും. ജോലിയിൽ തുടരാൻ അനുവദിക്കാത്ത കാരണം പോലും പഞ്ചായത്ത് വ്യക്തമാക്കിയില്ലെന്നാണ് സുമിയുടെയും കുടുംബത്തിന്റെയും ആരോപണം.
നീതി ലഭിച്ചില്ലെങ്കിൽ പഞ്ചായത്തിന് മുൻപിൽ നിരാഹാര സമരം നടത്തുമെന്നും കുടുംബം പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല, കട്ടപ്പന.